നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. FC ബാഴ്സലോണ അവരുടെ ചരിത്രത്തിലെ 29ാമത്തെ സ്പാനിഷ് ലീഗ് കിരീടം സ്വന്തമാക്കിയിരിക്കുന്നു. ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് എൽ ക്ലാസിക്കോയിൽ റയൽ മാഡ്രിഡിനെ പരാജയപ്പെടുത്തിയതോടെ ഇത്തവണത്തെ കിരീടം അവർ ഉറപ്പിക്കുകയായിരുന്നു. ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം ഹൻസി ഫ്ലിക്കിൻ്റെ പിതാവ് മരണപ്പെട്ട് ദുഃഖസാന്ദ്രമായൊരു അന്തരീക്ഷത്തിൽ കളിക്കാനിറങ്ങി ഒടുവിൽ ആ കിരീടം സ്വന്തമാക്കി റാഷ്ഫോർഡും ടോറസുമാണ് അവർക്കായിട്ട് ഗോളുകൾ കണ്ടെത്തിയത്. ക്യാമ്പ് നൗവിൽ നടന്ന മത്സരത്തിൽ അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ടോറസും ലോപ്പസും ഓൾമോയും റാഷ്ഫോർഡും ഒക്കെ ഒരുമിച്ച് അണിനിരുന്നപ്പോൾ മറുഭാഗത്ത് വിനി ജൂനിയറും ഗാർഷിയും ജൂഡ് ബെല്ലിംഗാമും ബ്രയൻ ഡയസും ഒക്കെ ചേർന്നുകൊണ്ടാണ് റയലിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചത്. എന്നാൽ കളിക്കളത്തിൽ ആധിപത്യം പുലർത്തിയതും കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കിയതും ഒക്കെ ബാഴ്സ തന്നെയാണ്. അതിൻ്റെ പ്രതിഫലനം എന്നോണം 9ാമത്തെ മിനിറ്റിൽ റാഷ്ഫോർഡ് ആദ്യ ഗോളിൽ കണ്ടെത്തി. തുടർന്ന് 18ാമത്തെ മിനിറ്റിൽ ഫെറാൻ ടോറസിൻ്റെ ഗോൾ കൂടി വന്നതോടെ മത്സരം 20 മിനിറ്റ് പിന്നിടുമ്പോഴേക്കും ഏകപക്ഷീയമായ 2 ഗോളുകളുടെ ലീഡിലേക്ക് FC ബാഴ്സലോണ കടന്നുപോയിരുന്നു. പിന്നീട് രണ്ടാം പകുതിയിലും ഗോളുകൾ പിറക്കാതെ അതേ രൂപത്തിൽ തന്നെ നിന്നതോടെ മത്സരം 2-0 ബാഴ്സ വിജയിക്കുകയായിരുന്നു. വളരെ സ്പൈസി ആയിട്ടുള്ളൊരു പോരാട്ടമായിരുന്നു. വിനി ജൂനിയർ ഗാവി പ്രശ്നങ്ങളും മറ്റുമൊക്കെ കണ്ട് എല്ലാ എൽ ക്ലാസിക്കോ ചേരുവകളും ഉള്ള ഒരു കളി തന്നെയായിരുന്നു. എന്തായാലും മത്സരം വിജയിച്ചതോടുകൂടി ബാഴ്സലോണ 35 കളിയിൽ നിന്ന് 91 പോയിൻ്റായി. 35 കളിയിൽ നിന്ന് 77 പോയിൻ്റ് റയൽ മാഡ്രിഡിനുള്ളൂ. റയൽ രണ്ടാമതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ പോയിൻ്റ് വ്യത്യാസമായി കഴിഞ്ഞു. ഇനി 3 റൗണ്ട് മത്സരങ്ങളെ ബാക്കിയുള്ളൂ. ബാഴ്സയെ മറികടക്കാൻ ഇനി ആർക്കും കഴിയില്ല എന്നുള്ളത് കൊണ്ട് ആ കിരീടം ഇപ്പോഴേ അവരങ്ങ് ഉറപ്പിച്ചു കഴിഞ്ഞു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.